പേര് അനന്തജ്യോതി എന്നാണ്. ഞാൻ മേനോൻ ബസാർ GP സ്കൂൾ പഠിക്കുന്നു. ഞാൻ ഹരിശ്രീ ഭജന സംഘത്തിലാണ് ഈ പാട്ട് പാടിയത്. എൻ്റെ പാട്ട് ഏറ്റെടുത്ത എല്ലാവർക്കും നന്ദി. മക്കത്തെ മംഗല്യരാവ്, ഖദീജയ്ക്ക് കല്യാണ നാള്, മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ, എല്ലാം പടച്ചോനോടോതി ഖദീജയും അലിയും ഒന്നായി. മക്കത്തെ മംഗല്യ രാവ് എന്ന് തുടങ്ങുന്ന ഈ പാട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണല്ലോ. അനന്തജ്യോതി എന്ന ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി പാടിയതിനു ശേഷമാണ് ഈ പാട്ട് ഇത്രത്തോളം ഹിറ്റായിട്ട് മാറിയത്. ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത് ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. തൃശൂർ സ്വദേശിയായ പ്രതീഷ് എന്ന വ്യക്തിയാണ്. പിന്നീട് അനന്തജ്യോതി എന്ന ആ കുട്ടി പാടിയതിനു ശേഷം ഇന്ന് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും വലിയൊരു ട്രെൻഡിലേക്ക് മാറുകയും ചെയ്തു. പ്രതീഷിനെ കുറിച്ച് വന്ന വാർത്ത കണ്ടതിനു ശേഷം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അതിഗംഭീര വൈറലായ മക്കത്തെ മംഗല്യരാവ് എന്ന അയ്യപ്പൻ വിളക്കപ്പാട്ടിന്റെ ഉടമ ഇവിടെയുണ്ട്. തൃശൂർ എറിയാട് ചേരമാൻ മൈതാനത്തിന് സമീപമുള്ള വീടിന്റെ തിണ്ണയിലിരുന്ന് സംസാരിക്കുമ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഗോപാലൻ എന്ന പ്രതീഷാണ് ഹിറ്റായി മാറിയ ഈ ഗാനം രചിച്ച് ഈണമിട്ടിട്ടുള്ളത്. 9 വർഷം മുമ്പ് താൻ അംഗമായ ഓം സച്ചിദാനന്ദ എന്ന ഭജന സംഘത്തിന് വേണ്ടിയാണ് പ്രതീഷ് ഈ ഗാനം എഴുതിയത്. ഞാൻ പറഞ്ഞില്ല, ഈ ആചാരങ്ങൾ നമ്മൾ ചെറുപ്പം പോലെ കണ്ടുവരുന്നതാണല്ലോ. അയ്യപ്പന്റെയും ബാബറുടെയും കഥ, അവർ തമ്മിൽ ഒന്നാണ് എന്നുള്ളൊരു കഥ, ഖദീജ, അങ്ങനെയുള്ള കുറെ കഥകൾ ഈ ഇതിന്റെ ഭാഗമായിട്ട്, ഈ വിളക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അയ്യപ്പന്റെ പള്ളി, ബാബരുടെ പള്ളി പണി പണിതവിടെ പൂജ നടത്ത, അങ്ങനെയുള്ള ആചാരം ഈ ശബരിമലയിലുള്ളവർ തന്നെ ഈ ആചാരങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപോകുന്ന, നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ളത് ചെറുപ്പം മുതലേ അച്ഛൻ പറഞ്ഞ അമ്മ പറഞ്ഞ കേട്ടു. ഒരു സാധാരണക്കാരനായ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഒരു വ്യക്തി പാടിയ പാട്ട് ഇത്രത്തോളം ഹിറ്റായി മാറി. ഇതുപോലെയുള്ള നിരവധി കഴിവുള്ളവർ നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ വേണ്ട രീതിയിലുള്ള പരിഗണന ഇതുപോലെയുള്ള കലാകാരന്മാർക്ക് കിട്ടുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പാട്ടിന്റെ താഴെ വരുന്ന കമന്റുകൾ 2 തരത്തിലാണ്. ഒന്ന്, ഈ പാട്ട് ഒരു മതമേത്രയുടെ ഭാഗമായിട്ടും, മറ്റൊരു വശം ഈ പാട്ട് ഒരു വർഗീയപരമായിട്ട് നോക്കിക്കാണുന്ന ഒരു വശവുമുണ്ട്. ഈ പാട്ടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശശികല പോലും രംഗത്ത് വന്നതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. അതായത് പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടുന്നതും, അതുകൊണ്ട് ഭജനമായിട്ടുള്ള കാര്യങ്ങൾ, അമ്പലമായിട്ടുള്ള പരിപാടിയിൽ ഈ പാട്ട് പാടുവാൻ പാടില്ല എന്നുള്ള ആഹ്വാനം പോലും ശശികല സോഷ്യൽ മീഡിയ വഴി നടത്തുകയുണ്ടായി. ഈ പാട്ട് യഥാർത്ഥത്തിൽ പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ടല്ല. പ്രവാചകന്റെ ഭാര്യയുടെ പേര് ഖദീജ എന്നതാണെങ്കിൽ തന്നെ ഈ പാട്ടിൽ ഖദീജയുടെ ഭർത്താവ് അലിയായിട്ടാണ്. അപ്പൊ ബാബറുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാട്ടാണ്. ബാബർ ഒരു മുസ്ലിം ഇപ്പൊ അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അതായത് അയ്യപ്പ സ്വാമിയുടെ എല്ലാമായ ഒരു വ്യക്തിയാണ് ബാബർ എന്നാണ് ഐതിഹ്യം. ആദ്യമായി ബാബറിനെ കണ്ടതിന് ശേഷം മാത്രമേ എന്നെ നിങ്ങൾ കാണാൻ വരാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടി അയ്യപ്പൻ നടത്തി. അപ്പൊ അത്രത്തോളം മതസൗഹാർദ്ദത്തോട് കൂടിയിട്ടായിരുന്നു അവർ ജീവിച്ചത്. 2 വ്യത്യസ്ത മതങ്ങളിലുള്ളവരാണെങ്കിൽ ശരി, അവരുടെ ഐക്യം അത്രത്തോളം ബലപ്പെട്ടതാണെന്നുള്ള കാര്യം, ആ സന്ദേശമാണ് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. ഇവിടെ ഈ പാട്ടിനെ എന്തിനാണ് ഒരു വർഗീയപരമായിട്ടുള്ള ഒരു കാര്യം പരാമർശിക്കേണ്ട ആവശ്യം?